നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട് ഇതര സംസ്ഥാന തുഴച്ചിൽക്കാരുടെ പേരിൽ വലിയ തർക്കമുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായുണ്ട്. പണം മുടക്കി ഇതര സംസ്ഥാനത്ത് നിന്ന് പ്രൊഫഷണൽ തുഴച്ചിലുകാരെ എത്തിക്കുന്നതാണ് തർക്കത്തിന് കാരണം. ഇതര സംസ്ഥാന തുഴച്ചിലുകാരുടെ എണ്ണം വർദ്ധിക്കുന്നതായും പരിശോധനയ്ക്ക് യാതൊരു സംവിധാനവും ഇല്ല എന്നും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് അംഗങ്ങൾ പറഞ്ഞു. 25% ഇതര സംസ്ഥാന തുഴച്ചിലുകാരെ ഉൾപ്പെടുത്തുന്നതിൽ തടസ്സമില്ല എന്നും എന്നാൽ മിക്ക ടീമുകളും ചട്ടങ്ങളൊക്കെ ലംഘിക്കുന്നു എന്നും ക്ലബ്ബ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. നമ്മൾക്ക് ഒരു വള്ളത്തേൽ അനുവദിച്ചിരിക്കുന്നു പറഞ്ഞാൽ തുഴച്ചിലുകാരുടെ എണ്ണത്തിൻ്റെ 25%. ഇത്തവണയും പരിശീലനത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുന്ന ഈ സമയത്തും 10-40 പ്രൊഫഷണൽസ് വരെ ഇരിക്കുകയാണ്. ഇതര സംസ്ഥാന തുഴച്ചിലുകാർ ഓരോ വള്ളത്തിലും പരിശീലനം നടത്തുന്നുണ്ട്. അപ്പോൾ അത് കളിയുടെ അന്ന് വന്നു കഴിഞ്ഞിട്ട് അന്നത്തെ രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ വള്ളംകളിയുടെ ശോഭ കെടുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് ഉണ്ടാകണം. നമ്മുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇപ്പം നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർക്കും NTPR കമ്മിറ്റിക്കും നമ്മൾ പരാതി കൊടുക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വള്ളംകളി അങ്ങനെ പോകാൻ പാടില്ല. തുഴഞ്ഞ് ജയിക്കുന്നവർ ജയിച്ചോട്ടെ, അത് കൃത്യമായ അളവിലായിരിക്കണം, എല്ലാവർക്കും ഒരേ നീതിയായിരിക്കണം. അതാണ് കൂടുതൽ പണം മുടക്കി കൂടുതൽ പ്രൊഫഷണൽ തുഴച്ചിലുകാരെ പുറം നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് തുഴഞ്ഞു ജയിക്കുക എന്ന് പറയുന്നത് ഈ വള്ളംകളിയുടെ ഒരു സ്പിരിറ്റിന് ചേർന്നതല്ല എന്നതാണ് ആ വിമർശനത്തിന് കാരണം. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. മനീഷ, വലിയ പരാതിയാണ് ഉന്നയിക്കപ്പെടുന്നത്. കുറെ വർഷങ്ങളായിട്ടുള്ള പരാതിയാണ്. ഇതിൽ പക്ഷേ ഒരു പരിശോധന 25% എന്ന് പറയുന്നൊരു നിഷ്കർഷ വെച്ചിട്ട് എന്തുകൊണ്ടാണ് ആ പരിശോധനയിൽ വീഴ്ചയുണ്ടാകുന്നത്? അത് വള്ളംകളിക്ക് ചട്ടങ്ങളും മാനദണ്ഡങ്ങളും ഒട്ടേറെ ഉള്ളതാണ്. പക്ഷേ അതൊന്നും നടപ്പിലാകുന്നില്ല. ഇതൊന്നും പരിശോധിക്കാൻ, പ്രാഥമികമായ പരിശോധന നടത്താൻ പോലും യാതൊരു സംവിധാനവും ഇല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞകാല മത്സരങ്ങളിലടക്കം ഒട്ടേറെ ചുണ്ടൻ വള്ളങ്ങളിൽ 25%-ലധികം തുഴച്ചിലുകാർ പ്രൊഫഷണലുകാർ, അതായത് ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ പ്രൊഫഷണൽ കയാക്കിംഗ് അടക്കം ചെയ്യുന്ന തുഴച്ചിലുകാരായിരുന്നു എന്നുള്ള ആരോപണം, ഗുരുതരമായ ആരോപണമുണ്ട്. അത്തരം കാര്യങ്ങളിൽ സ്ഥിരീകരണമുണ്ട്. അത്തരം തുഴച്ചിലുകാരുണ്ടായിരുന്നു എന്നത് വാസ്തവം കൂടിയാണ്. ഇപ്പോഴിതാ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് PBC ആണ് ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് പരാതി നൽകുന്നത്. ഈ രീതിയിൽ ഒരു ചുണ്ടൻ വള്ളം ഇത്തവണ 40-ലധികം തുഴച്ചിലുകാരെ പങ്കെടുപ്പിക്കുന്നതാണ് ആരോപണം. അതായത് 80 മുതൽ 90 വരെ തുഴച്ചിലുകാർ ഒരു ചുണ്ടൻ വള്ളത്തിലുള്ളപ്പോൾ 25% എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 18 മുതൽ 22 പേര് വരെ ആകാം. പക്ഷേ 40-ഉം 50-ഉം, അതായത് പകുതിയിലധികം ആളുകൾ മലയാളികളല്ലാത്ത പ്രൊഫഷണലായി വർഷങ്ങളോളം ഈ രംഗത്ത് പരിചയ സമ്പത്തുള്ള ആളുകളെ കൊണ്ടുവരുന്നത് മാനദണ്ഡങ്ങൾക്ക് ലംഘനമാണ്, കടുത്ത ലംഘനമാണ്. ഇതെല്ലാം ലംഘിച്ചു കൊണ്ടുവരുന്ന ചുണ്ടൻ വള്ളങ്ങൾക്ക്, അതായത് പണമുള്ളവർക്ക് പോലെ ആളുകളെ കൊണ്ടുവരാനുള്ള അവസരം ഉണ്ടെന്നാണ്. അതിന് വ്യക്തമായ പരിശോധന സ്റ്റാർട്ടിംഗ് പോയിന്റ് മുൻപേ ഉണ്ട്. അതായത് മത്സരം തുടങ്ങിയ ശേഷം മാത്രമേ വള്ളത്തിൽ ആളുകൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാകുന്നുള്ളൂ. ആ സമയത്ത് ആരോപണം ഉന്നയിക്കുകയും പരാതി ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു പരിശോധന നടത്താൻ സാവകാശമോ സമയമോ ലഭിക്കുന്നില്ല. അങ്ങനെ ലഭിക്കാത്തപ്പോൾ ആ കൂടുതൽ വള്ളത്തിലുണ്ടായിരുന്ന ആ തുഴച്ചിലുകാരെ വെച്ച് തന്നെ മത്സരിച്ച് ജയിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു. അതിൽ ഒരു പുനഃപരിശോധനയോ അല്ലെങ്കിൽ പരിശോധന നടത്താൻ കഴിയുന്നില്ല. അങ്ങനെയല്ല, ഇത്തവണ അതിന് മുൻപേ തന്നെ തുഴച്ചിലുകാരുടെ കാര്യത്തിൽ അവരുടെ ID കാർഡ് അടക്കം പരിശോധിച്ചുകൊണ്ട് തുഴയും പരിശോധിച്ചുകൊണ്ട് തുഴച്ചിലുകാർ ആരൊക്കെയാണെന്ന് കൃത്യമായ എണ്ണി പറഞ്ഞുകൊണ്ട് ആ എണ്ണമെടുത്ത് അത്തരം കാര്യങ്ങളിൽ ഒരു പുനർചിന്തന വേണം, അതായത് അന്വേഷണം വേണം, അതിൽ പരിശോധന വേണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. എന്നാണെങ്കിൽ ആവശ്യം അംഗീകരിക്കേണ്ടത് NTPR സൊസൈറ്റിയാണ്, നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റിയാണ്. അതിന്റെ ചെയർമാൻ ജില്ലാ കളക്ടറാണ്. മുൻകാലങ്ങളിലൊന്നും അത്തരം പരിശോധനകൾ ഉണ്ടായിട്ടില്ല. ഇത്തവണ ഉണ്ടാകുമോ എന്നത് കാണേണ്ടതാണ്. എന്താണെങ്കിലും പരാതി കൊടുത്തത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ബോട്ട് ക്ലബ്ബ് കൂടി പരാതി കൊടുക്കുമെന്നാണ് വിവരം. മനീഷ് മഹിപാൽ വിവരങ്ങൾ.